ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് പഠിക്കുന്നത്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മൗലിക കടമകൾ ഭാഗം 4A വരുന്നത്. ഭാഗം 4A, ഭാഗം 4A മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്. അതിൽ വരുന്ന അനുച്ഛേദം ഒരൊറ്റ എണ്ണേ ഉള്ളൂ, 51A. അനുച്ഛേദം 51A. അപ്പൊ പഠിച്ചു വയ്ക്കുക. ഭാഗം 4 മൗലിക കടമകൾ, 51A ആണ് അനുച്ഛേദം. നമ്മൾ ഇതുവരെയും ഭരണഘടനയ്ക്കകത്ത് എന്തൊക്കെ പഠിച്ചു? ആദ്യ ഭാഗം 1 മുതൽ 4 വരെ, അനുച്ഛേദം 1 മുതൽ 4 വരെയാണ് ഒന്നാമത്തെ ഭാഗം. എന്തിനെ കുറിച്ച് പറയുന്നത്? യൂണിയനും ടെറിട്ടറികളും അല്ലെ. രണ്ടാമത്തെ ഭാഗം എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? 5ാമത്തെ അനുച്ഛേദം മുതൽ 11ാമത്തെ അനുച്ഛേദം വരെ എന്തായിരുന്നത്? പൗരത്വത്തെ കുറിച്ചായിരുന്നു. മൂന്നാമത്തെ ഭാഗം എന്തായിരുന്നു? അനുച്ഛേദം 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളായിരുന്നു. ശരിയല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അടുത്തത് 4ാമത്തെ ഭാഗം എന്താ നമ്മൾ പഠിച്ചത്? DPSP അല്ലെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭാഗം. ഭാഗം 4 ഏതനുച്ഛേദം മുതൽ ഏത് വരിക? 36 മുതൽ 51 വരെ അല്ലെ. 51 വരെ, 36 മുതൽ 51 വരെ. ഇപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത്? 4A, ഭാഗം 4A എന്ന് പറയുന്നതാണ് അനുച്ഛേദം ഒരൊറ്റേ ഉള്ളൂ, 51A. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫണ്ണി ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ 10 11 എന്നൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉത്തരം 10 എന്ന് മനസ്സിലേക്ക് വരും അല്ലെ. എത്ര മൗലിക കടമകൾ ഉണ്ടായിരുന്നോ? 10 എന്ന് വരും. പക്ഷെ തെറ്റാണ്. എത്ര ഉണ്ടായിരുന്നേ? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് കടമകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുന്നു? നമ്മൾ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് രാജ്യത്തു നിന്നാണ് ഇത് കടമെടുത്തതെന്ന് ചോദിച്ചാൽ അന്നത്തെ USSR, ഇന്നത്തെ റഷ്യ അല്ലെ. USSRൽ നിന്നുമായിരുന്നു എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ കൊണ്ടുവരുന്നത്. മൗലിക കടമകൾ കൊണ്ടുവരാൻ കാരണമായ ഒരു നിയമസംഹിത എന്ന് പറയുന്നത് നമ്മുടെ UDHR ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ അണ്ടറിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? UDHR എന്താണ്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെ. മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതെന്ന 1948 ഡിസംബർ മാസം 10-ാം തീയതി. ആ ഡിസംബർ മാസം 10-ാം തീയതിയാണ് നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ. അങ്ങനെ 1948 ഡിസംബർ 10-ാം തീയതി പ്രഖ്യാപിച്ച UDHRലെ 29 ക്ലോസ് 1 എന്നുള്ള സെക്ഷനകത്ത്, 29 ക്ലോസ് 1 എന്നുള്ള സെക്ഷനകത്ത് മനുഷ്യർക്ക് എന്ത് വേണം? സമൂഹത്തോട് ചില കടമകൾ വേണം എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യർക്ക് സമൂഹത്തോട് ചില കടമകൾ വേണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തില് ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? സ്വരൺ സിംഗ് കമ്മിറ്റിയെ നിയോഗിക്കുന്നു. സ്വരൺ സിംഗ് കമ്മിറ്റി എന്തിനാ നിയോഗിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് മൗലിക കടമകൾ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അങ്ങനെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 42ാം ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ, നിങ്ങൾക്കറിയാം അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അതിൽ തന്നെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തന്നെ 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1977 ജനുവരി മാസം 3-ാം തീയതി എന്തു വരുന്നു? നമ്മുടെ ഭരണഘടനയിൽ ഭാഗം 4A എന്ന് പറയുന്ന ഭാഗം വരുന്നു. അതായത് 51A എന്ന് പറയുന്ന അനുച്ഛേദം കൂട്ടിച്ചേർക്കപ്പെടുന്നു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നു. പഠിച്ചു വയ്ക്കുക. 1977 ജനുവരി 3-ാം തീയതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് അല്ലെ. ആ 42ാം ഭരണഘടനാ ഭേദഗതി 1976 പാസാക്കിയത് 76-ലാണ്, നിലവിൽ വരുന്നത് 77 ജനുവരി 3-നാണ്. അന്ന് 10 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് അത് 11 ആവുന്നു. 11ാമത്തെ മൗലിക കടമ നിലവിൽ വരുന്നു. അത് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പഠിച്ചു വയ്ക്കുക. 86ാം ഭരണഘടനാ ഭേദഗതി 2002 കേട്ടിട്ടുണ്ടോ? ആർട്ടിക്കിൾ 21A പഠിച്ച സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അനുച്ഛേദം 21A വരുന്നത് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 2002 അല്ലെ. 2002 ഡിസംബർ മാസം 12-ാം തീയതിയാണ് ഇത് നിലവിൽ വരുന്നത്. നിങ്ങൾക്കറിയാം 86ാം ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? 6 വയസ്സിനും
14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന അനുച്ഛേദം 21A പ്രകാരം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് മൗലിക അവകാശമല്ലേ. അതുകൂടാതെ 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിനകത്ത് 11ാമത്തെ കടമയായിട്ട് രക്ഷിതാക്കളുടെ കടമയായിട്ട് 11ാമത്തെ കടമ അഥവാ കെ എന്ന് പറയുന്ന 51 ക്ലോസ് 51A ക്ലോസ് കെ 51A കെ എന്ന് പറയുന്ന സബ് ക്ലോസ് അതിനകത്ത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് അവരുടെ രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്നു. അപ്പോൾ 86ാം ഭരണഘടനാ ഭേദഗതി 2002 എന്തുണ്ടാവുന്നു? 10 കടമകൾ എന്നുള്ളത് 11 കടമകളായിട്ട് മാറുന്നു. പഠിക്കുക. 11ാമത്തെ കടമ എന്താ? വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യം ഒരുക്കേണ്ടത് ആരുടെ കടമയാണെന്നാ പറയുന്നത്? രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് പറയുന്നു. 51A കെ. ക്ലിയർ ആണല്ലോ? ബാക്കിയുള്ള പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോ നിലവിൽ എത്ര മൗലിക കടമകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 11. അപ്പൊ പഠിച്ചു വെക്കുക. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകളൊന്നും തന്നെ ഇല്ല. പക്ഷെ 1977 എന്ത് ചെയ്യുന്നു? 10 മൗലിക കടമകൾ നിലവിൽ വരുന്നു. 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 11ാമത്തെ മൗലിക കടമയും നിലവിൽ വരുന്നു. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നീട് ഈ മൗലിക കടമകളെ കുറിച്ച് തന്നെ പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച മറ്റൊരു കമ്മിറ്റിയാണ് 1998 കാലഘട്ടത്തിൽ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടുള്ള മൗലിക കടമകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ഓക്കെ. ഇനി നമുക്ക് മൗലിക കടമകളിലേക്ക്, ഏതൊക്കെയാണ് മൗലിക കടമകൾ എന്നുള്ള 11 മൗലിക കടമകളിലേക്ക് കിടക്കാം. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ അടുത്തായിട്ട് PSC എന്ത് ചെയ്യുന്നുണ്ട്? ഇടയിൽ നിന്ന് ഓരോ മൗലിക കടമകൾ എടുത്ത് ഇത് ഏതാണ് അനുച്ഛേദം, ഏതാണ് എത്രാമത്തെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. ചേരുംപടി ചേർക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രസ്താവന രൂപത്തിലെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം. ഓക്കെ. A എന്ന് പറയുന്നത് ഒന്നാമത്തെ പഠിക്കൂ. ഒന്നാമത്തെ എന്താണ്? ഭരണഘടനയെ അനുസരിക്കുകയും, അതായത് ഇന്ത്യൻ സിറ്റിസൺസ്, ഇന്ത്യയിലെ ഓരോ പൗരന്മാരും ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാക, ദേശീയ ഗാനം മുതലായവയെ ആദരിക്കുകയും ചെയ്യുക. ഞാൻ അതിനകത്തുള്ള പോയിന്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് എന്താണോ അത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റിൽ നിങ്ങൾ എന്ത് പഠിക്കണം? ഭരണഘടനയെ അനുസരിക്കണം. പിന്നെ എന്ത് പഠിക്കണം? ദേശീയ പ്രാധാന്യമുള്ള കുറെ കാര്യങ്ങൾ, അതായത് എന്താണ് അത്? ഭരണഘടനയുടെ ആദർശങ്ങള്, ഭരണഘടനാ സ്ഥാപനങ്ങള്, ദേശീയ പതാക, ദേശീയ ഗാനം തുടങ്ങിയ വസ്തുതകളെ എന്ത് ചെയ്യണം? ആദരിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും മൗലിക കടമയാണ്. അതാണ് A പറയുന്നത്. അപ്പൊ A എന്ന് പറയുന്നത് ഭരണഘടനയെ എന്ത് ചെയ്യുക? അനുസരിക്കുക, അതിന്റെ സ്ഥാപനങ്ങളെ ആദരിക്കുക, ദേശീയ പതാക, ദേശീയ ഗാനം മുതലായവയെ ആദരിക്കുക. ക്ലിയർ ആണല്ലോ? A പഠിച്ചു. ബിയിലേക്ക് കടക്കാം. ബി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമയത്തെ ദേശീയ സമരങ്ങൾ അല്ലെ, സ്വാതന്ത്ര്യ സമയത്തെ ദേശീയ സമരങ്ങൾ, സമര നായകന്മാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ അവരിൽ നിന്ന് ലഭിച്ചുള്ള പ്രചോദനം, അവരുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പ്രചോദനം നൽകിയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും അത് എന്ത് ചെയ്യുക? പിന്തുടരുകയും ചെയ്യണം എന്ന് പറയുന്നു. പിന്തുടരുകയും ചെയ്യണം. എന്തിനാണ് സ്വാതന്ത്ര്യ സമരം? അപ്പൊ ഇങ്ങനെ ആലോചിക്കുക. ആദ്യത്തെ നിങ്ങൾ പഠിക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് സ്വാതന്ത്ര്യ സമരം എന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. സ്വാതന്ത്ര്യ സമരം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പോയിന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അപ്പൊ സ്വാതന്ത്ര്യ സമരം എന്ന് പഠിക്കുക. ആദ്യം ഭരണഘടന എന്ന് പഠിക്കുക. 2 സ്വാതന്ത്ര്യ സമരം എന്ന് പഠിക്കുക. മൂന്നാമത്തെ ഇന്ത്യയുടെ പരമാധികാരം, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഗതിയിൽ എപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്ന കാര്യം അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പോ ആ ഒരു പോയിന്റ് ആണ് മൂന്നാമത് വരുന്നത്. അപ്പൊ ആദ്യത്തെ എന്താ? പറയൂ, എന്റെ കൂടെ പറയൂ. ഭരണഘടനയെ എന്ത് ചെയ്യാം? ഭരണഘടനാ ആശയങ്ങളെ അതിലെ ആദരിക്കുക അല്ലെ, ദേശീയ പതാക, ദേശീയ ഗാനം അല്ലെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ എന്ത് ചെയ്യുക?
ആദരിക്കുക. രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെ ആ ആശയങ്ങൾ ആദർശങ്ങളെ എന്ത് ചെയ്യുക, പരിപോഷിപ്പിക്കുക, നിലനിർത്തിക്കൊണ്ടുപോകുക. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പഠിച്ചത്? അപ്പൊ രണ്ടെണ്ണം പഠിച്ചു, ഭരണഘടന, രണ്ട് സ്വാതന്ത്ര്യ സമരം. മൂന്ന് നമ്മൾ പഠിച്ചത് രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത. പരമാധികാരം, ഐക്യം, അഖണ്ഡത, ഇതാണ് മൂന്നാമത്തെ പഠിച്ചു വയ്ക്കാം. നാലാമത്തെ, രാജ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കുക. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക. അതോടൊപ്പം രാഷ്ട്ര സേവനം അല്ലെങ്കിൽ ദേശീയ സേവനം അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ദേശീയ സേവനം അനുഷ്ഠിക്കുക. മനസ്സിലായോ? രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക. മറ്റ് ബാഹ്യശക്തികളിൽ നിന്നെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തം? അവിടുത്തെ ജനങ്ങളാണ്, നമ്മുടെ സിറ്റിസൺസ് ആണ് അല്ലെ. സോ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യുക? കാത്തു സൂക്ഷിക്കുക. അതിനാവശ്യമെങ്കിൽ നമ്മളെ ആവശ്യപ്പെട്ടാൽ ദേശീയ സേവനം അനുഷ്ഠിക്കാൻ തയ്യാറാവുക. അപ്പൊ ദേശീയ സേവനം, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുമ്പോൾ ദേശീയ സേവനം വേണ്ടി വരും അല്ലെ. സോ ഭരണഘടനയെ അനുസരിക്കുക, സ്വാതന്ത്ര്യ സമരം രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താ? രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത. നാലാമത്തെ പോയിന്റ് എന്താ? രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക. ഓക്കെ ആണല്ലോ? ശരി. ഇനി അഞ്ചാമത്തെ, അപ്പൊ ABCD എന്ന് പറഞ്ഞിട്ട് ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ, തെറ്റിപ്പോകരുത്. എന്ന് പറയുന്നത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം എങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നമുക്കറിയാം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അല്ലെ. അപ്പോ അത്തരത്തില് ഒരുപാട് വൈവിധ്യങ്ങള് ഇന്ത്യയിലുണ്ട്, ഒരുപാട് വൈവിധ്യങ്ങള് നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട്. സോ മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈവിധ്യങ്ങൾക്ക് അതീതമായിക്കൊണ്ട് സൗഹാർദ്ദവും സാഹോദര്യവും. അപ്പൊ വൈവിധ്യം, സൗഹാർദ്ദം, സാഹോദര്യം എന്നുള്ള വാക്കുകൾ പഠിച്ചു വെച്ചാൽ മതി. ഈ മതം, ഭാഷ, പ്രദേശം, വിഭാഗം അങ്ങനെ തുടങ്ങിയിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്. അതിനകത്ത് എന്തു കാത്തു സൂക്ഷിക്കണം? സൗഹാർദ്ദവും സാഹോദര്യവും എന്ത് ചെയ്യണം? പുലർത്തുക. അതുപോലെ സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. പഠിച്ചു വയ്ക്കുക. പോയിന്റ് ഇക്കകത്ത് എന്ത് പറയുന്നു? മതം, ഭാഷ, പ്രദേശം, വിഭാഗം തുടങ്ങിയിട്ടുള്ള വൈവിധ്യങ്ങൾക്ക് അതീതമായിക്കൊണ്ട് സൗഹാർദ്ദവും സാഹോദര്യവും നിലർത്തുക. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ എന്ത് ചെയ്യുക? പരിത്യജിക്കണം എന്ന് പറയുന്ന സെക്ഷൻ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 51A. 51A ആണ്. ഓക്കെ അല്ലെ? 5 എണ്ണം. ഓക്കെ അല്ലെ? സ്ത്രീകൾ അഞ്ചാമത്തെ പഠിക്കുക. വൈവിധ്യം അഞ്ചാമത്തെ. സൗഹൃദം, സാഹോദര്യം അഞ്ചാമത്തെ. ഓക്കെ അല്ലെ? ആറാമത്തിലേക്ക് കിടക്കാം. F. 51A ക്ലോസ് F. രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ നിലനിർത്തുക. അപ്പൊ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പഠിച്ചു വെച്ചാൽ മതി. രാജ്യത്തിന്റെ സംസ്കാരം പരിപോഷിപ്പിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ സിറ്റിസന്റെയും എന്താണ്? മൗലിക കടമയാണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ സംസ്കാരമാണ് F. സംസ്കാരമാണ് F. ഓക്കെ. ജിയിലേക്ക് കിടക്കാം. ജി എളുപ്പമാണ്. വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ, അതുപോലെയുള്ള പരിസ്ഥിതി അല്ലെ, ഇതിനെല്ലാം എന്ത് ചെയ്യുക? സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. അപ്പോ വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ ജീവികളോട് കാരുണ്യം കാണിക്കുക. ഇത്രേ ഉള്ളൂ. അതായത് മനുഷ്യനല്ലാതെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങൾ അല്ലെ, ജീവികള്, വനങ്ങൾ, അല്ലെങ്കിൽ തടാകങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ നാച്ചുറൽ റിസോഴ്സസിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക? പരിപാലിക്കുക എന്നുള്ളതാണ് ജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജി കേട്ടോ. ജി എന്ന് പറയുന്നത് ജീവികളോട് എന്ന് പഠിക്കുക. ജി എന്ന് പറയുന്നത് മറ്റു ജീവികളോട്. ജീവികൾ എന്ന് പറയുമ്പോൾ ജീവികൾ മാത്രമല്ല വരുന്നത്, എന്തൊക്കെ വരുന്നുണ്ട്? പരിസ്ഥിതി വരുന്നുണ്ട്, വനം വരുന്നുണ്ട്, തടാകങ്ങള്, നദികള് തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് മൊത്തം അല്ലെ. അപ്പൊ ജി ഫോർ ജീവികൾ, ജീവികളെ സംരക്ഷിക്കുക എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എച്ച് എന്ന് പറയുന്നത് എന്താ? ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും വികസിപ്പിക്കുക. ശാസ്ത്രീയം എന്ന് പഠിച്ചു വെക്കുക. എച്ച് എന്ന് പറയുന്നത് ശാസ്ത്രീയം. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും വികസിപ്പിക്കുക എന്നുള്ളതാണ് എച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാ വരുന്നത് 51A ക്ലോസ് എച്ച്. 51A ക്ലോസ് എച്ച്. ഇതെല്ലാം 51A ക്ലോസ് A ക്ലോസ് ബി, A ക്ലോസ് സി അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് 51A ക്ലോസ് എച്ച് ആണ്. ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട്, മാനവികതയും വികസിപ്പിക്കുക എന്നുള്ളതാണ് 51A ക്ലോസ് എച്ചിനകത്ത് വരുന്നത്. പഠിച്ചു വെക്കാം. I എന്ന് പറയുന്നത് എച്ച് കഴിഞ്ഞ് I വരുന്നത് എന്താ? പൊതുസ്വത്ത്.
പഠിച്ചു വെക്കുക. പൊതു സ്വത്ത് സംരക്ഷിക്കും. പബ്ലിക് ആയിട്ടുള്ള നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗവൺമെന്റിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് കൊണ്ട് വാങ്ങിയിട്ടുള്ള പൊതുവായിട്ടുള്ള സ്വത്തുക്കൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ KSRTCയുടെ ചില്ല് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ പൊതു ശൗചാലയം നശിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ ഇതിനെ എഗെയിൻസ്റ്റ് ആണ് അല്ലെ. അപ്പോ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ത്, പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ആക്രമണങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പൊതു സ്വത്ത് എന്ത് ചെയ്യുക, സംരക്ഷിക്കുകയും ചെയ്യുക. പൊതു സ്വത്ത് സംരക്ഷിക്കുക. ബസ്സിന് കല്ലെടുത്തെറിയാതിരിക്കുക എന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ബസ്സിന് കല്ലെറിയരുത്, പൊതു സ്വത്ത് സംരക്ഷിക്കുകയും ആക്രമണങ്ങൾ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കുകയും ചെയ്യുക. ഐ. അടുത്തത് ജെ എന്ന് പറയുന്നത് 10ാമത്തെയാണ്. എല്ലാ മണ്ഡലങ്ങളും മികവ് കാട്ടി രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. അത്രേ ഉള്ളൂ. എല്ലാ മേഖലകളിലും നമ്മൾ മുന്നേറാൻ ശ്രമിക്കുക. ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം, എല്ലാ മേഖലകളിലും മുന്നേറാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ഓരോരോ മേഖലകളിൽ ഇപ്പോൾ സ്പോർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ശാസ്ത്ര മേഖലയായിരിക്കാം, അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസമായിരിക്കാം. ഏത് മേഖലയായാലും എല്ലാ മേഖലയിലും എല്ലാ മണ്ഡലങ്ങളിലും എന്ത് ചെയ്യുക, ഓരോ ജനങ്ങളും മുന്നേറിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക എന്ന് പറയുന്ന സെക്ഷനാണ് ജെ, അല്ലെങ്കിൽ 10ാമത്തെ. അപ്പോ 51A പഠിച്ചു. അടുത്തത് കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു അല്ലെ. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക, വിദ്യാഭ്യാസം ഒരുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് കെ എന്ന് പറയുന്നത്. 51A അപ്പൊ 11 പഠിച്ചു. ഒന്നുകൂടി നോക്കാം നമുക്ക്. 11 ഏതാ ആദ്യത്തെ? നോക്കൂ, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കൂടെ പറയാൻ ശ്രമിക്കാം. ആദ്യത്തെ, ഭരണഘടനയെ എന്ത് ചെയ്യുക, അനുസരിക്കുക. അതിനോടൊപ്പം എന്ത് പറഞ്ഞു? ദേശീയ പതാക പറഞ്ഞു, ദേശീയ ഗാനം എന്നിവയെ ആദരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും പറഞ്ഞു. ഒന്ന് നോക്കിയല്ലേ. 2, സ്വാതന്ത്ര്യ സമരം. അതിലെന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നൽകിയ ആദർശങ്ങളെ എന്ത് ചെയ്യുക, പരിപോഷിപ്പിക്കുകയും അത് പിന്തുടരുകയും ചെയ്യാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആദർശങ്ങൾ 2. 3ാമത്തെ നമ്മൾ എന്ത് പഠിച്ചു? രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത പഠിച്ചു അല്ലെ. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, അതുപോലെ തന്നെ പരമാധികാരം എന്നിവ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 4ാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? രാജ്യത്തെ കാത്തു സൂക്ഷിക്കണം. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം? ദേശീയ സേവനം അനുഷ്ഠിക്കേണ്ടി വന്നാൽ അത് അനുഷ്ഠിക്കാൻ തയ്യാറാവണമെന്ന് 4ാമത്തെ പഠിച്ചു. 5ാമത്തെ നമ്മൾ എന്ത് പഠിച്ചു? 5ാമത്തെ സ്ത്രീകൾ അല്ലെ, വൈവിധ്യങ്ങൾ, സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞു പഠിച്ചു അല്ലെ. അതായത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയുടെ വൈവിധ്യങ്ങൾക്ക് അതീതമായിക്കൊണ്ട് സൗഹൃദവും സാഹോദര്യവും എന്ത് ചെയ്യുക, നിലനിർത്തി കൊണ്ടുപോവുക. അതുപോലെ സ്ത്രീകളുടെ അന്തസ്സിനെ കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. 5 പഠിച്ചു. 6ാമത്തെ നമ്മൾ എന്താ പഠിച്ചത്? ഓർമ്മയുണ്ടോ? 6ാമത്തെ നമ്മൾ എന്താ പഠിച്ചത്? സംസ്കാരം. 6ാമത്തെ സംസ്കാരമാണ്. 6 സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ നിലനിർത്തുക. രാജ്യത്തിന്റെ സംസ്കാരമാണ് 6 അല്ലെങ്കിൽ F. 7 എന്ന് പഠിച്ചു? G എന്ന് പറയുന്നതാണ് 7ാമത്തെ. ABCDEFG ഇങ്ങനെ കയ്യിൽ എണ്ണിയാൽ മതി. G എന്ന് പറയുന്നത് എന്താ? ജീവികൾ, ജീവകങ്ങൾ അല്ലെ, ജീവികളോട് എന്ത് ചെയ്യണം? സ്നേഹം പുലർത്തണം അല്ലെ. അപ്പൊ ജീവികള്, അതിനോടൊപ്പം പരിസ്ഥിതികൾ, പരിസ്ഥിതിയോടൊപ്പം എന്ത് വരും? വനം വരും. അതുപോലെ തന്നെ വന്യജീവികൾ വരും, തടാകങ്ങൾ വരും, നദികൾ വരും. അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസ് ഇതിനെല്ലാം സംരക്ഷിക്കുക, അവയോടെല്ലാം കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ് G. H എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് H. I എന്ന് പഠിച്ചു? I എന്ന് പറയുന്നത് പൊതുസ്വത്ത്. I എന്ന് പറയുന്നത് പൊതുസ്വത്താണ്. 9ാമത്തെയാണ്. പൊതുസ്വത്തിനെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക, ആക്രമണങ്ങൾ ഉപേക്ഷിക്കുക. J എന്ന് പറയുന്നത് എന്താ? എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും മികവ് പുലർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിലേക്ക് എന്ത് ചെയ്യുക? നയിക്കുക, മുന്നേറാൻ സഹായിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ K എന്ന് പറയുന്നത് 11ാമത്തെ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. എന്താണത്? നമ്മുടെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 51A. നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ? മൗലിക കടമകള് ഭാഗമേതാ? 4A. അനുച്ഛേദമേതാ? 51A. ഏത് രാജ്യത്തു നിന്നും കടമെടുത്തു? USSR അല്ലെ. ആരായിരുന്നു ഇത് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവൻ? സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലെ. സ്വരൺ സിംഗ് കമ്മിറ്റി നമുക്കറിയാം. പിന്നെ 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ തന്നെ
നമ്മുടെ അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്ത് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അല്ലെ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇതെല്ലാം നമ്മൾ പല ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെ. പിന്നെ ഇത് ഈ ഒരു ഭാഗം ഉൾക്കൊള്ളാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇത് നിർദ്ദേശിക്കാൻ കാരണമായിട്ടുള്ളത് എന്ത് നിയമസംഹിതയാണെന്ന് ചോദിച്ചാൽ 1948 ഡിസംബർ മാസം 10-ാം തീയതി പ്രഖ്യാപിച്ച UDHR യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഹിതയിലെ 29(1) എന്നുള്ള സെക്ഷനിൽ നിന്നുമാണ് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്തുകൊണ്ടിരുന്നത് USSRൽ നിന്നുള്ള ഈ ഒരു ആശയം കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 86-ാം ഭരണഘടനാ ഭേദഗതിയിലെ 11ാമത്തെ കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ നിലവിലെ 11 മൗലിക കടമകളാണുള്ളത്. ABCDEFGHIJK എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക, വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. Thank you.